ഉത്സവം നടക്കുന്നു. ഉത്സവത്തിൻ്റെ സ്റ്റേജ് മുഴുവൻ DYFIയുടെ വെള്ളക്കൊടിയും നക്ഷത്രവും CPMൻ്റെ ചെങ്കൊടിയും അരിവാളും അതുകൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. അവിടെ വലിയ ലൈറ്റ് ഷോ നടത്തുന്നു. എന്നിട്ട് അലോഷി ആദം പാടുകയാണ്, പുഷ്പനെ അറിയാമോ, ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ. പുഷ്പനെ അറിയാമല്ലോ, ഇന്നാളെ മരിച്ചുപോയി. പുഷ്പനെ അറിയാമല്ലോ. കൂത്തുപറമ്പിൽ CPMകാർ സമരത്തിന് തള്ളിവിട്ട ഹതഭാഗ്യനായ ഒരു മനുഷ്യൻ, അയാൾ വെടിയേറ്റു. കുറച്ച് സഖാക്കൾ DYFI സഖാക്കൾ മരിച്ചു. ഇയാൾ വെടിയേറ്റ് നട്ടലിന് വെടികൊണ്ട് വർഷങ്ങളായിട്ട് കിടന്ന കിടപ്പിൽ നിൽക്കുന്ന പുഷ്പൻ്റെ അടുത്ത് പോയി ഇവർ കഥകളി നടത്തും, ഓട്ടംതുള്ളൽ നടത്തും, തിരുവാതിര നടത്തും, പുഷ്പനെ അറിയാവുന്നുള്ള പാട്ട് പാടും. ശബ്ദിക്കാനാവാതെ മിണ്ടാനാവാതെ ആ പാവം കണ്ണീരൊഴുക്കി കിടക്കും. ഇതേ സമയം പുഷ്പൻ ഈ കിടപ്പ് കിടക്കുമ്പോൾ പിണറായി വിജയൻ്റെ മകൾ ഉൾപ്പെടെയുള്ളവർ പുഷ്പനൊക്കെ സമരം ചെയ്ത് ജീവിക്കുന്ന രക്തസാക്ഷിയായ സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്തവരാണല്ലോ. അതെ, പിണറായിയുടെ മകൾ സ്വാശ്രയ കോളേജിൽ പഠിക്കുകയായിരുന്നു ആ സമയത്ത്. കേരളത്തിലെ CPMകാരുടെ നേതാക്കന്മാരെല്ലാം അവരുടെ മക്കളെയൊക്കെ ഇതുപോലെയുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, സ്വകാര്യ സ്വാശ്രയ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ച് പ്രമാണിമാരും മിടുക്കന്മാരും വലിയ കമ്പനികളുടെ വൈസ് പ്രസിഡന്റുമാരും ഒക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോഴും പുഷ്പൻ കിടപ്പായിരുന്നു. ആ പുഷ്പനെ അറിയാമോ എന്ന് പാടുന്നതല്ല, പുഷ്പൻ അറിയാം നിൻ്റെയൊക്കെ കയ്യിലിരിപ്പ് പുഷ്പൻ അറിയാം എന്നാണ് യഥാർത്ഥത്തിൽ പാട്ടുണ്ടാക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.